ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സഹവാസം നേടുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായം 3-ാം വാക്യം. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്കും ഞങ്ങളോടുള്ള കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമുള്ളതാകുന്നു. വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ വശങ്ങളിലൊന്ന് ദൈവവുമായുള്ള സന്തോഷകരമായ കൂട്ടായ്മയാണ്. അവനുമായുള്ള സ്നേഹബന്ധത്തിൽ ആനന്ദിക്കുക. പ്രാർത്ഥനയ്ക്കിടെ പലരും ആവശ്യങ്ങളുടെ ഒരു നീണ്ട പട്ടികയുമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നു. അവർ അവന്റെ മുൻപിലിരുന്ന് എണ്ണമറ്റ കാര്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ കർത്താവ് പ്രധാനമായും നമ്മുടെ സ്നേഹം ആഗ്രഹിക്കുന്നു. അവൻ നാമുമായുള്ള സന്തോഷകരമായ ബന്ധത്തിനായി കൊതിക്കുന്നു. അവൻ നമ്മോടൊപ്പം കൂട്ടായ്മയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിലൂടെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സ്നേഹനിധിയായ ദൈവവുമായി അവനെ സ്നേഹിക്കാൻ ഒന്നാമതായി നാം ദൈവത്തിന്റെ ആഗ്രഹം നിറവേറ്റണം. അതെ, ആ ആഗ്രഹം അവനുമായുള്ള നമ്മുടെ കൂട്ടായ്മയും അവന്റെ മുൻപാകെയുള്ള നമ്മുടെ ആരാധനയുമാണ്. ആദ്യം മുതൽ ദൈവം ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ദൈവവുമായി കൂട്ടായ്മയിലായിരിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അവൻ അവനെ സൃഷ്ടിച്ചത്. ദൈവം തന്നെ മനുഷ്യനുമായി സഹവാസം ആഗ്രഹിച്ചു. പകൽ തണുപ്പിൽ എല്ലാ ദിവസവും അവനെ അന്വേഷിച്ചു വന്നു. ബൈബിൾ പറയുന്നു, പകലിന്റെ തണുപ്പിൽ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം അവർ കേട്ടു എന്ന്. ഇത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. കർത്താവായ ദൈവം ആദാമിനോടും ഹവ്വയോടും സഹവാസം ആരംഭിച്ചു. ഒരു വ്യക്തിക്ക് ദൈവവുമായി സഹവാസം ഉണ്ടാകുമ്പോൾ സന്തോഷം ഹൃദയത്തിൽ നിറയുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ആന്തരിക സംതൃപ്തി ഉടലെടുക്കുകയും ആത്മാവിന് സമാധാനം നൽകുകയും ചെയ്യുന്നു. അതെ, കർത്താവ് നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ സമയവും നമ്മുടെ സ്നേഹവും ആകാംക്ഷയോട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവൻ നമ്മെ തന്റെ സ്വന്തം പ്രതിച്ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. ഇന്ന് പലരും നിരന്തരം യാത്രയിലാണ്, എപ്പോഴും തിരക്കിലാണ്. അവർ തങ്ങളുടെ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും പരിഹരിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നു. ഇനി ആ വ്യക്തിയെ കണ്ടുമുട്ടണം, ഈ കടം വീട്ടണം, ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ദിവസം മുഴുവൻ ഓടുന്നു. എന്നാൽ അവനുമായി സഹവാസം നടത്താൻ അവർ കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുന്നില്ല. തൽഫലമായി അവർക്ക് സന്തോഷം നഷ്ടപ്പെടുന്നു. പ്രശ്നങ്ങൾ അവരെ കീഴടക്കാൻ തുടങ്ങുന്നു. പോരാട്ടങ്ങൾ അവരെ വലയം ചെയ്യുന്നു. വിവിധ സമ്മർദ്ദങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ബൈബിൾ പറയുന്നു, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇത് മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവമക്കളെ, നിങ്ങൾ ആദ്യം ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുകയും അവനുമായുള്ള കൂട്ടായ്മ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് മറ്റെല്ലാം നൽകുകയും നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഉത്തമഗീതം 2-ാം അധ്യായം 3-ാം വാക്യം. കാട്ടിലെ വൃക്ഷങ്ങളിൽ ഒരു ആപ്പിൾ മരം പോലെ പുത്രന്മാരിൽ എന്റെ പ്രിയൻ അങ്ങനെ തന്നെ. ഞാൻ അതിന്റെ തണലിൽ വളരെ സന്തോഷത്തോടെയിരുന്നു. അതിന്റെ ഫലം എന്റെ രുചിക്ക് മധുരമായിരുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ പുറപ്പാട് 31, 32, 33 അധ്യായങ്ങൾ. വൈകുന്നേരം മത്തായി സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.